മാന്യമായ രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ പണി ആൾക്കാർ ചോദിച്ചു ഈ പണി എങ്ങനെ പഠിച്ചെന്ന്. പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു പണിയും പഠിച്ചിട്ട് അങ്ങോട്ട് പൂർണ്ണതയിൽ എത്തണില്ല. ഞാൻ ഹെൽമെറ്റിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി. ഇപ്പം ന്യായമായ രീതിയിൽ വിൽക്കുന്ന ഒരു സംരംഭമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രാൻഡഡ് അല്ല എങ്കിൽ പോലും നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് കൊടുക്കുന്നത് ന്യായമായ വിലക്ക്. അതിപ്പോൾ കുട്ടികളുടെ ഉണ്ട്, പല രീതിയിലുള്ളതുണ്ട്. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയത് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റികളും ഉണ്ട്, ലോക്കലും ഉണ്ട്. ക്വാളിറ്റികളുടെ ഉണ്ടല്ലേ? ക്വാളിറ്റി ഉള്ളതുണ്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതൊക്കെ ബുള്ളറ്റ് വെക്കുന്നത്? അത് ബുള്ളറ്റ് വെക്കണം. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ഇത് ക്വാളിറ്റി ഉള്ളതാണ്. ഇതൊക്കെ ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. ആപ്പിള്, ആമ്പിള്, കൈസർ ക്വാളിറ്റി ഉള്ളതാണെങ്കിലും അല്ലാതെ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റിയ ബഡ്ജറ്റിൽ ഉണ്ട്. അതാണ് പറഞ്ഞത്, ലോക്കൽ ടൈപ്പും ഉണ്ട്. ആൾക്കാർക്ക് അത്യാവശ്യത്തിന് പോലീസ് പിടിക്കാത്ത രീതിയിലാണ് ആൾക്കാർ കൂടുതലും നോക്കണത്. സേഫ്റ്റി അല്ല. സേഫ്റ്റി എന്ന് പറയുമ്പോൾ റേസിങ്ങിനൊന്നും പോകണില്ല എല്ലാവരും. റേസിങ്ങിന് പോണവർക്ക് ഇതൊന്നും പറ്റില്ല. സാധാരണ യാത്ര ചെയ്തിരിക്കുന്നവർക്ക് ഇത് മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ആണ്. അതിന് പേരിന് വെക്കാതെ നമ്മള് സാധാരണ യാത്ര ചെയ്യുന്നവർക്ക് ഇത് അധികമാണ്, ഇത് മതി ആണ്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ക്വാളിറ്റി എന്ന് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെർമക്കോളാണ്. ടെർമക്കോള് നല്ല സ്ട്രോങ് ആണെങ്കിൽ അത് ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെ നമ്മൾ ബോഡിയുടെ ഭംഗി നോക്കിയിട്ട് കാര്യമില്ല. ബോഡി എല്ലാത്തിൻ്റെ ഫൈബറാണ്, എല്ലാം പൊട്ടിപ്പോകും. പക്ഷേ ഇത് നമുക്ക് സേഫ്റ്റി നൽകുന്നത് ഇതിൻ്റെ അകത്തുള്ള ടെർമക്കോളാണ്. ടെർമക്കോള് നല്ല തിക്നെസ് ഉള്ളതാണെങ്കിൽ ഓക്കെ. ഹെൽമെറ്റിന്റെ കുറെ മോഡലൊക്കെ ഉണ്ട്. അച്ഛൻ ഇപ്പൊ കട ഇട്ട് വന്നോണ്ട് ഇപ്പൊ കുറച്ച് വെച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. സാധനം ഉണ്ട്. ഞാനിപ്പോൾ 2 ദിവസമായുള്ള ഈ വണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ കട്ടിൽ നിർത്തിയിട്ടാണ്, കട്ടിൽ വെച്ചിട്ടാണ് വെക്കുന്നത്. മഴയായ കാരണം ഈ ലൊക്കേഷൻ ഇവിടെ കട്ടിൽ വെച്ചാണ് വെച്ചോണ്ടിരുന്നത്. കട്ടിൽ വെച്ചിട്ടാണ് ഒരു ചെറിയ കടയിലോട്ടാണ് വണ്ടിയിലേക്ക് മാറ്റി. കടയാണ് അച്ഛനെ വെച്ച് നോക്കുമ്പോൾ ഒരു കടയാണ് അല്ലേ? മഴയായ കാരണം ഈ വണ്ടി എടുത്തതാണ് ഞാൻ. അല്ല, റോഡായിരുന്നു വിറ്റിട്ട് ഇത് വെക്കുമ്പോൾ ഇതൊരു കടയാണ് അല്ലേ? ചെറിയൊരു കട അച്ചായൻ ചെയ്ത് അച്ചായൻ നിർമ്മിച്ചു. ഇത് ഓട്ടോയിലാണ് കൊണ്ടുപോയി ഇവിടുന്ന് വിറ്റിട്ടുള്ളത് അല്ലേ? ഒരു ചെറിയ കടയായിട്ട് ഒരു ചെറിയ സംരംഭം തുടങ്ങി. ഇത് നാളെ അത് ഇവിടെ ഒരു വലിയ കടയാകട്ടെ. ഇതിപ്പോ സർക്കാരിന്റെ സ്ഥലമാണ്. അല്ല, ഇത് തുടങ്ങി ഇനി ഒരു തുടങ്ങിയിട്ട് കുറച്ചും കൂടെ മാറി ഒരു കടമുറി എടുത്തൊക്കെ സെറ്റപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതങ്ങാട് മൂവായി വന്നം അത് വരും. കാരണം അച്ചായൻ തുടക്കത്തിൽ ഓട്ടോ തുടങ്ങി, അത് കഴിഞ്ഞ് പറഞ്ഞ് കട്ടിലിട്ട് ഇവിടെ തുടങ്ങി. ഇപ്പൊ ചെറിയൊരു കടയാണെങ്കിലും തുടങ്ങിയില്ലേ? ഇതിൽ നിന്നൊരു കടയിലോട്ട് പോട്ടെ. അപ്പൊ ആൾക്കാരുടെ സപ്പോർട്ട് അനുസരിച്ച് അച്ചായൻ ചെയ്യാൻ പറ്റും ഇല്ലേ? അച്ചായൻ കൊടുക്കുന്ന സാധനത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് ആൾക്കാർ വരും ഇല്ലേ? ഈ കാണുന്നതെല്ലാം ക്വാളിറ്റി ഉള്ള സാധനം, ക്വാളിറ്റി കുറഞ്ഞതും ഉണ്ട്. കാരണം സാധാരണക്കാർക്കും ഉപയോഗിക്കണം, സാമ്പത്തികം ഉള്ളവനിക്കും ഉപയോഗിക്കണം. കാരണം മെയിനായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മെയിനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന പോലീസുകാരെ പേടിച്ചിട്ടാണ്. കാരണം സാധാരണ വണ്ടി ഓടിക്കുന്നവൻ ഇപ്പോൾ വണ്ടിയുടെ അടിയിലേക്ക് പോകാനല്ലല്ലോ നമ്മൾ ഇത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകണത്, അല്ലല്ല. നമ്മുടെ അത്യാവശ്യത്തിന് പോകാം, നമ്മൾ നോക്കിയും കണ്ട് പോകും. പിന്നെ വരാനുള്ളത് നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. പരമാവധി നമ്മൾ സൂക്ഷിക്കുക. ഇതിപ്പോൾ ഹെൽമെറ്റ് വെക്കണത് ഒരു പരിധി വരെയും പോലീസുകാരെ പേടിച്ചിട്ടാണ് ആൾക്കാർ. 90% ആൾക്കാർ പോലീസുകാരെ പേടിച്ചിട്ടാണ് വെക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ യാത്ര ചെയ്യുന്നവർക്ക് ഹെൽമെറ്റിന്റെ ആവശ്യമില്ല. ഈ ചീറ്റിച്ചും ചീറിപ്പാഞ്ഞൊക്കെ പോണവർക്കാണ് ഹെൽമെറ്റിന്റെ ആവശ്യം. കാരണം കൺട്രോൾ കിട്ടൂല അവർക്ക്. സാധാരണ വണ്ടി ഓടിക്കുന്നവർ ഒരു കൺട്രോളിലേ പോകുള്ളൂ. പിടിച്ചാൽ നിൽക്കും, ഇന്നോടത്ത് പിടിച്ചാൽ ഇന്നോടത്ത് നിൽക്കും എന്നുള്ള ഒരു മൈൻഡിലേ നമ്മൾ പോകുള്ളൂ. ഞാനൊക്കെ അങ്ങനെയാണ്. ചെറുപ്പക്കാർ പിള്ളേരാണ് കൂടുതലും ചീറിപ്പാഞ്ഞൊക്കെ പോകണത്. ഈ 40 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർ വണ്ടി കഴിയിൽ പോണില്ല. ചെറുപ്പം പിള്ളേരാണ് പോണത്. എന്താണ്? കൈവിട്ടുള്ള കളിയാണ്. അപ്പോൾ സേഫ്റ്റി വേണം. പക്ഷേ സേഫ്റ്റിക്കല്ല ആൾക്കാർ കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്, പോലീസുകാരെ പേടിച്ചിട്ടാണ്. അച്ചായം വിൽക്കുമ്പോൾ ഒരു സേഫ്റ്റി രീതിയിലാണ് വിൽക്കുന്നത്. നല്ല ക്വാളിറ്റി സാധനമാണ് വിൽക്കുന്നത്. ഇത് വില പറയുമ്പോൾ ആൾക്കാർ അയ്യോ അത്രേ വില 300 രൂപയൊക്കെ താന്ന് പറയുമ്പോൾ ഞാൻ 550 രൂപക്ക് ഇത് കൊടുക്കും, 500 രൂപക്ക് ഇത് കൊടുക്കും. ആൾക്കാർ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നതാണ്. ആണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ബഹുജനം പലവിധം പല രീതിയിലാണല്ലോ മനുഷ്യർ മുന്നോട്ട് പോകണത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരോ സീനാണല്ലോ. അത് ചെറിയ ഹെൽമെറ്റ് കടയായിട്ട് വന്നേ എറണാകുളം പോണ പഴയ റൂട്ട്. അതിന്റെ ഹൈവേ വന്നതിന് ശേഷമാണ് അരൂര് പാലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അവിടെയാണ് അച്ചായന്റെ കട.